പിന്നെയാണ് കെൽട്രോണായിട്ടൊക്കെ മാറിയത്. അന്ന് ചിത്തിരന്നുള്ള കൊട്ടാരം തന്നെയാണ്. മഹാരാജാവ് സ്വാമിയെ നമസ്കരിക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ സ്വാമി മാറി. അപ്പോൾ അമ്മ തിരിച്ച് നമസ്കരിക്കാൻ ഭാവിച്ചപ്പോഴും സ്വാമി മാറി. അയാൾ കുട്ടിയാണ്, അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കണം അവിടെ പൂട്ടി വെച്ചിരിക്കുന്ന അച്ഛൻ്റെ മറുപടിയും അതല്ല, സാക്ഷാൽ തങ്കം ശ്രീകോവിലിൻ്റെ അകത്തുണ്ട്. ശ്രീകോവിലിൻ്റെ അകത്താണ് തങ്കം. സത്യസായി ബാബ ഭഗവാൻ തിരുവനന്തപുരത്തേക്ക് വരികയുണ്ടായി. ഇന്നിപ്പോൾ കെൽട്രോൺ ഇരിക്കുന്ന വെള്ളാമ്പലം കൊട്ടാരം ചിത്തിരനാൾ മഹാരാജാവിൻ്റെ ആയിരുന്നു അന്ന്. പിന്നെയാണ് കെൽട്രോണായിട്ടൊക്കെ മാറിയത്. അന്ന് ചിത്തിരനാൾ കൊട്ടാരം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സ്വാമിക്ക് വിശ്രമിക്കാനുമൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തതുമൊക്കെ. അതെനിക്ക് തോന്നുന്നു പക്ഷേ ഭക്തസമിതികൾ ചോദിച്ചിരിക്കാം, എനിക്ക് ആ വിവരങ്ങൾ എനിക്കറിയില്ല. അവിടെയാണ് സ്വാമി എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ അമ്മാവൻ സ്വാമി പോയി ഒരു ദർശനത്തിന് വേണ്ടി ചോദിച്ചു. ചാടും ബഹളമൊക്കെയാണല്ലോ, അപ്പോൾ ഒക്കുമോ എന്നുള്ളത് അറിയാൻ വയ്യല്ലോ. അപ്പോൾ സമിതികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവർ പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അവരേതൊരു സമയം പറഞ്ഞു, രാവിലെയാണെന്ന് തോന്നുന്നു, രാവിലെ 10-10:30 മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു സമയം അമ്മാവൻ്റെ ആ സമയത്ത് അമ്മ അപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ വന്നപ്പോൾ എന്നെ കണ്ടു. എൻ്റെ മൂത്ത മകൻ മാർത്താണ്ഡവർമ്മയാണ്. അയാൾ പൂരിട്ടാതി നക്ഷത്രമാണ്, ഞങ്ങൾ സ്വതി നക്ഷത്രം വെച്ച് പറഞ്ഞത് പൂരിട്ടാതി നാൾ എന്ന് പറയും. അപ്പോൾ എൻ്റെ മൂത്ത മകനാണ്. ആൾ കുഞ്ഞാ, 1 വയസ്സോ മറ്റോ കാണുമായിരിക്കാം, അത് ഓർക്കുന്നില്ല. കുഞ്ഞുണ്ട്, എന്നാ രവി എന്നയാളെ വിളിക്കുന്ന പെറ്റിനെ. ഒഫീഷ്യൽ നെയിം മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ രവിയും കൊണ്ട് വരുന്നോ, എൻ്റെ കൂടെ വരുന്നോ? എനിക്ക് സന്തോഷമായി. ഞാൻ പിന്നെ വരാം. അന്നേരം എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് അമ്മാവൻ്റെ കൂടെ തന്നെ അതേ കാറിൽ തന്നെ ഞങ്ങൾ പോയി വെള്ളമ്പലത്തിൽ പോയി. ആ മുകളിലത്തെ വലിയ മുറിയിലാണ് സ്വാമി ആളുകളെ കാണുന്ന. സ്വാമി അടുത്ത മുറിയിൽ ബെഡ്റൂമിലിരിക്കാം. ഞങ്ങൾ അവിടെ പോയി ആ വലിയ മുറിയിൽ നിന്നു. ഒരു കേർട്ടൺ ഇട്ടിട്ടുണ്ട്. സ്വാമി പെട്ടെന്ന് കേർട്ടൺ മാറ്റി അകത്തേക്ക് കയറി. അപ്പം ഈ കുഞ്ഞല്ലേ, കൊച്ചുകുട്ടിയല്ലേ, അയാൾ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അയാൾ ഇങ്ങനെ കയറി എൻ്റെ കഴുത്തിൽ കയറി കെട്ടിപ്പിടിച്ചിങ്ങനെ ആയിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. സ്വാമി മുമ്പോട്ട് വന്നു. അമ്മാവൻ മഹാരാജാവ് സ്വാമിയെ നമസ്കരിക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ സ്വാമി മാറി. അപ്പോൾ അമ്മ തിരിച്ച് നമസ്കരിക്കാൻ ഭാവിച്ചപ്പോഴും സ്വാമി മാറി. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയില്ല, അവിടെ അങ്ങ് നമസ്കരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്, ശരിയോ തെറ്റോന്ന് എനിക്കിന്നും അറിയാൻ വയ്യ, എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് ചിത്തിരനാൾ മഹാരാജ തിരുമനസിന് പത്മനാഭൻ എന്ന പത്മനാഭൻ വേറെ ഒരു ഇതും അമ്മാവനെ അങ്ങോട്ട് ആ മുഴുവൻ എല്ലാ നമസ്കാരവും എല്ലാം അങ്ങോട്ടേക്കാണ്. അപ്പോൾ ആരെ നമസ്കരിച്ചാലും ആ നമസ്കാരം അങ്ങോട്ടേക്കാണ്. സ്വാമി അത് അറിഞ്ഞിരിക്കും, സ്വാമി അത് മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് സ്വാമി അങ്ങ് മാറിയത്. എന്നാൽ അങ്ങോട്ട് തന്നെ പൊക്കോട്ടെ എന്ന് വെച്ചാൽ ആയിരിക്കാന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അല്ലെങ്കിൽ വേറെ ഒരു വഴിയുമില്ല അങ്ങനെ മാറാനായിട്ട്. സ്വാമി ഒന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മകന് പിന്നെ ഇയാൾ താഴേക്ക് നിന്നു. മെറ്റീരിയലൈസ് ചെയ്ത് ആകാശത്തു നിന്നൊരു പതക്കം കൊടുത്തു, സ്വർണ്ണ പതക്കം, സായിബാബ സ്വാമിയുടെ ഒരു സ്വർണ്ണ പതക്കം. ഞാനത് വാങ്ങിച്ച് ഒരു കൊച്ചു സ്വർണ്ണ മാല ഉണ്ടാക്കി അത് ഇയാളുടെ കഴുത്തിലിട്ടിരുന്നു. കുഞ്ഞിന് നേരിട്ട് കൊടുത്തത്. അതിനകത്ത് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. ഇൻ്റർവ്യൂ തീർന്നു. ഞാനൊന്നും ചോദിക്കാനും പോയില്ല, ഒന്നുമില്ല. ഞാൻ നമസ്കരിച്ചു, അതേ മാറിയുമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ കഴുത്തിൽ തന്നെയാണ് ഈ പതക്കം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞല്ല, കുറച്ച് പ്രായമായപ്പോൾ ഈ മാലയ്ക്ക് അത്ര വലിയ ശക്തിയില്ലായിരിക്കും, മാല പൊട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കളഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ മാലയും ഈ ഇതെടുത്ത് ചെയ്ത് വേറൊരു ചെയിൻ ഉണ്ടാക്കാം, അതുവരെ ഇത് കഴുത്തിടാൻ ഒക്കില്ലല്ലോ. ഒരു കൊച്ചു പെട്ടിക്കകത്ത് വെച്ചു. എല്ലാം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഓർത്തു, മാല ഇയാൾക്ക് ശരിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടി തുറന്നപ്പോൾ പൊട്ടിയ മാലയുണ്ട്, പതക്കമുണ്ട്. പക്ഷെ സ്വർണ്ണ പതക്കത്തിൽ ഒരു വെള്ളി പതക്കമാണ്. അപ്പം ഞാനെടുത്തപ്പോൾ എനിക്ക് സത്യം കുറ്റബോധത്തോട് പറയുകയാണ്. അതെടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ആദ്യം ഇത് സ്വർണ്ണമല്ല, വെള്ളിയാണ്. ഇതാണ് ആദ്യം തോന്നിയത്. അത് വളരെ തെറ്റായൊരു തോന്നലാണ്.
എന്നുള്ള യാതൊരു സംശയമില്ല. ബിക്കോസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ പറയാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ സ്വത്ത്, ഞാൻ നിധി എന്ന് പറയില്ല, നിധി തെറ്റായ വാക്കാണ്. ഇതൊക്കെ ഒരുപാട് വെൽത്ത് കണ്ടുപിടിച്ചല്ലോ. ഒരുപാട് ആൾ പെരുക്കം കൂടി. അപ്പം അങ്ങനെ വന്നപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ, ഇതുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി ചോദിക്കുകയാണ്, അപ്പാ അച്ഛൻ്റെ അവർ ക്യൂ നിൽക്കുന്നു, അപ്പാ അന്ത തങ്കമെങ്കേ ചോദിക്കുന്നു. അയാൾ കുട്ടിയാണ്, അയാൾക്ക് മനസ്സിലായി. അപ്പം അച്ഛൻ പറഞ്ഞിരിക്കണം അവിടെ പൂട്ടി വെച്ചിരിക്കുന്ന അച്ഛൻ്റെ മറുപടിയും അതല്ല, സാക്ഷാൽ തങ്കം ശ്രീകോവിലിൻ്റെ അകത്തുണ്ട്, ശ്രീകോവിലിൻ്റെ അകത്താണ് തങ്കം, ഈ ഇതല്ല. അപ്പം അതുപോലെ ഇവിടെ ഈ പതക്കം സ്വർണമോ വെള്ളിയോ ചെമ്പോ ഇരുമ്പോ എന്നുള്ളതല്ല കാര്യം. അതാ സ്വാമിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത് സ്വർണമോ അതിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ട് മാറുകയാണ്. അത് വിചാരിക്കാനുള്ള ഒരു അറിവ് അന്ന് എനിക്കില്ലായിരുന്നു. പക്ഷെ ആദ്യം ഇത് സ്വർണ്ണമല്ല എന്നൊന്ന് തിരിച്ചു വെച്ചു. എന്തായാലും മാല ശരിയാക്കാം. വേറൊരു മാലയെല്ലാം ശരിയാക്കി പെട്ടി തുറന്ന് നോക്കിയപ്പോൾ സാധനമില്ല, പതക്കമില്ല. അവിടെ എല്ലാം നോക്കി, അത് വെളിയിലൊന്നും ഒട്ടിക്ക് അതിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ആർക്കും എടുത്തുകൊണ്ട് വരാൻ നോക്കി. പല സ്ഥലങ്ങളിൽ നോക്കി, ഇന്നേ ദിവസം വരെ അത് പതക്കം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു സ്വാമി വിചാരിച്ചിരിക്കും, എന്തായാലും സ്വർണത്തിൻ്റെ അടുക്കല്ലേ, ഇത് വെള്ളിയാണല്ലോ, അപ്പോൾ പിന്നെ ഞാനങ്ങ് കൊണ്ടുപോക്കളെ, സ്വാമി തന്നെ അങ്ങ് കൊണ്ടുപോയിരിക്കും എന്നെനിക്ക് നിശ്ചയമുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെ പോയി. അങ്ങനെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അത്. ഇന്നേ ദിവസം വരെ അത് കണ്ടിട്ടില്ല. ആ കൊച്ചു മാലയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഇല്ല. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ട്. അത് വൈറ്റ് ഫീൽഡിൽ സ്വാമി എത്തിയിരിക്കുന്നു. വൈറ്റ് ഫീൽഡിൽ അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലുണ്ട്, ഒരു ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ കാണാനായിട്ട് ഞങ്ങളുടെ വളരെ അടുപ്പമുള്ളൊരു വലിയ സായിബാബ ഭക്തയാണ് സൈ ലീലമ്മ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും, കുറച്ചുകൂടെ പ്രായമായവർക്ക് സൈ ലീലമ്മ അറിയാമായിരിക്കും. സൈ ലീലമ്മ തലശ്ശേരി ആണ്, മലയാളിയാണ്. പക്ഷെ വലിയ സ്വാമിയുടെ വലിയ ഭക്തയാണ്. ഇവിടെ നമ്മുടെ നല്ല ഫ്രണ്ടാണ്. അമ്മൂമ്മ തൊട്ട് മഹാറാണി സേതു പാർവതി പോയ തൊട്ട് എല്ലാം വളരെ അടുപ്പമുള്ള